ചിരിക്കാതിരുന്നാൽ അഹങ്കാരി, ചിരിച്ചാൽ ശൃംഗാരി. അല്ലെ? അതിനുശേഷം പറയുന്നുണ്ട്, മിണ്ടാതിരുന്നാൽ ഗമക്കാരി, മിണ്ടിയാൽ അധിക പ്രസംഗി. ഒരു വ്ളോഗ് എഴുത്തുകാരൻ കുറിച്ച കവിതയാണ്. അല്ലെ? ഒന്നുകൂടെ പറയണോ? പറയാം. ചിരിക്കാതിരുന്നാൽ അഹങ്കാരി, ചിരിച്ചാൽ ശൃംഗാരി, മിണ്ടാതിരുന്നാൽ ഗമക്കാരി, മിണ്ടിയാൽ അധിക പ്രസംഗി. അപ്പം ഇതായിരുന്നു ഒരു സ്ത്രീയെ പറ്റിയുള്ള ഒരു വ്ളോഗ് എഴുത്തുകാരൻ്റെ കുറിപ്പ്. പക്ഷെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്ന പെൺകുട്ടി ആരാന്നറിയാവോ? 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗത്തിൽ പറയുന്ന ഒരു പെൺകുട്ടിയാ. അവിടെ പേരൊന്നും പറയുന്നില്ല, മേൽവിലാസം ഒന്നും പറയുന്നില്ല. ഇസ്രയേൽ ദേശത്ത് നിന്ന് അരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അടിമവേലക്കാരിയായ അല്ല, ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് ക്രിസ്തേശുവിൻ്റെ ഭാവം നമ്മളിലേക്ക് പകരാൻ തക്കവണ്ണം ഞാൻ എടുത്തുകൊണ്ടുവരുന്നത്. നോക്കിക്കേ, ഒരടിമയായിട്ട് പിടിച്ചുകൊണ്ടുവരുന്ന പെണ്ണിന് പ്രത്യേകിച്ച് ഐഡന്റിറ്റി വല്ലതും ഉണ്ടോ? ഒന്നാമതേ ഒരു പെൺകുട്ടി അല്ലേ? രണ്ടാമത് നമുക്കറിയാം അവൾക്ക് ഐഡന്റിറ്റി ഉണ്ടോ? ഇല്ല. കാരണം എന്താ? അവൾ ചാപ്പ കുത്തപ്പെട്ടവളാണ്, ഒരു വീടിന്റെ പരിമിതിയിലേക്ക് അകപ്പെട്ടവളാണ്. അവൾക്ക് പ്രത്യേകിച്ച് മേൽവിലാസമൊന്നുമില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ക്രിസ്തുവിൽ മിന്നിമറയുന്ന ഭാവവുമായിട്ട് നിൽക്കാൻ പറ്റും? ക്രിസ്തു പിന്നീടാ ജനിച്ചതെങ്കിലും പിന്നീട് അവതരിച്ചതെങ്കിലും ക്രിസ്തുവിലെ ചില ഭാവങ്ങൾ അവളിൽ മിന്നിമറയുന്നത് നമുക്കൊരു പഠനത്തിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത് കൊണ്ടുവന്നത്. നമുക്കറിയാം, ഒരു വീടിന്റെ അച്ചടക്കത്തിലേക്കാണ് അവൾ കടന്നു വന്നത്. ഒരു വീടിന്റെ അച്ചടക്കം. ഈ ലോകത്തിൽ എല്ലാറ്റിനും ഒരു അച്ചടക്കമുണ്ട്. എല്ലാറ്റിനും എന്തുണ്ട്? ഒരു ക്രമമുണ്ട്. അല്ലെ? എല്ലാറ്റിനും എന്തുണ്ട്? ഒരു ക്രമമുണ്ട്. അപ്പൊ ആ ഒരു ക്രമത്തിന്റെ തലത്തിലേക്കാണ് അവൾ ഇറങ്ങി വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. ഒന്ന്, അവൾ വേദന അനുഭവിക്കുമ്പോഴും മറ്റുള്ളവരുടെ വേദന ഒപ്പാൻ ശ്രമിച്ചു. ക്രിസ്തുവിനെ നോക്കിക്കേ, വേദന അനുഭവിക്കുമ്പോഴും മറ്റുള്ളവരുടെ വേദന ഒപ്പാനായിട്ട് പരിശ്രമിച്ചു. ഞാൻ പറയാം, ഈ ലോകത്ത് വേദന അനുഭവിക്കാനുള്ള, വേദന സഹിക്കാനുള്ള കഴിവ് സ്ത്രീക്കാണോ പുരുഷനാണോ കൂടുതൽ? ആർക്കാ? സ്ത്രീകൾക്ക്. അല്ലെ? പുരുഷനൊരു മുഖക്കുരു വരുമ്പോഴേ വീട് മൊത്തം ഇളക്കും. അല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഒരു ചെറിയ പനി വരുമ്പോഴേ എന്തായിരിക്കും? മേളവാന്ന് കേട്ടോ. അല്ലേ? ആ വീട് മൊത്തം. കാരണം എന്താ? ഒരു ചെറിയ വേദന പോലും സഹിക്കാനുള്ള കഴിവ് ആർക്ക് കുറവാണ്? പുരുഷന് കുറവാണ്. എന്നാ സ്ത്രീക്കോ? സഹിച്ച പറ്റൂന്നല്ല, ആ കഴിവ് ദൈവം തമ്പുരാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അല്ലേ? നമുക്കറിയാം, ഈ ലോകത്ത് ഏറ്റവും വലിയ വേദന നമുക്കറിയാം. എന്താ? വേദനയെ അളക്കുന്ന ഒരു ഉണ്ട്. അതായത് 45 ഡെല്ലാണ് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി വേദന എന്ന് പറഞ്ഞ. എത്ര? 45. എന്നാൽ ഒരു സ്ത്രീ പ്രസവത്തിൽ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ 57 ഡെല്ലാണ്. അപ്പം എത്രമാത്രം കൂടുതലാണ് നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച്, വളരെ രസകരമായിട്ട് ചിന്തിച്ചു നോക്കിക്കേ. വേദന അറിഞ്ഞ് പ്രസവിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താ? സുഖപ്രസവം. അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ ശ്രദ്ധിക്കും, എന്തോ ഒരു സുഖവാ. 57 ഡെൽ വേദന അനുഭവിച്ച് പ്രസവിക്കുന്ന ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് പറയുക എന്തായിരുന്നു? വേദന അറിയാതെ പ്രസവിക്കുന്നതിന് പറയുന്ന പേരെന്താ? സിസേറിയൻ. അപ്പൊ ഈ വേദന അനുഭവിച്ച് പ്രസവിക്കുന്നതിന് എന്തോ സുഖവാ. നമ്മൾ ആ പദപ്രയോഗം നമ്മൾ വളരെ കൃത്യമായിട്ടൊന്ന് ഓർക്കണം. അല്ലേ? കാരണം എന്താ? ഒരിക്കലും ഒരു സ്ത്രീയും പ്രസവ വേദന ഓർത്തിരിക്കുമോ? ഇല്ല. പക്ഷേ ഒരു കിഡ്നിയിൽ സ്റ്റോൺ വന്നാലോ, ഒരു കിഡ്നി സ്റ്റോണിന്റെ വേദന വന്നാലോ ഓർത്തിരിക്കും.
എന്തുകൊണ്ടാ? ഒരു കുഞ്ഞിന്റെ പിറവിയോടുകൂടി ആ വേദന മറക്കും, അല്ലേ? അതൊരു സുഖപ്രസവമായി മാറുന്നത് അതുകൊണ്ടാണ്. അതൊരു സുഖാനുഭവമായി മാറുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ തലവേദന, മൈഗ്രെയിൻ വന്ന തലവേദന മറക്കത്തില്ല, അല്ലേ? കിഡ്നി സ്റ്റോൺ വന്ന അതിൻ്റെ വേദന മറക്കത്തില്ല, നടുവേദന വന്ന അതിൻ്റെ വേദന മറക്കത്തില്ല. പക്ഷേ ഏറ്റവും വേഗം മറക്കുന്ന വേദന ഏത് വേദനയാണ്? പ്രസവ വേദനയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് ഏത് പ്രസവമാണെന്ന്? സുഖപ്രസവമാണെന്ന്. ഇവള് ആ വീടിന്റെ പരിമിതിയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പറയും ആ വീട് ഒരു വിലാപ ഭവനമായിരുന്നു. എന്താ ഈ വിലാപ ഭവനം എന്ന് പറഞ്ഞ? ഒരാൾ മരിക്കുന്ന വീട് മാത്രമല്ല വിലാപ ഭവനം, അല്ലേ? ഒരു ദുഃഖത്തിന്റെ അനുഭവം. നമ്മളെയൊക്കെ ചിന്ത അറിയോ? ഒരാൾ മരിച്ചെങ്കിലേ ആ വീട് എന്തായി മാറത്തുള്ളൂ? അല്ല. ഒത്തിരി വീടുകൾ വിലാപത്തിന്റെ അനുഭവത്തിൽ കിടപ്പുണ്ട് കേട്ടോ. ഈ വീട്ടിലേക്ക് അവൾ വരുമ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ അന്നത്തെ കാലത്തെ ഏറ്റവും മാരകമായ രോഗം ബാധിച്ച് വ്യതയിലൂടെ കടന്നു പോകുക. അതിന് ചികിത്സയില്ല, കുഷ്ഠരോഗം ബാധിച്ച് കടന്നു പോവുക. അപ്പം അവൾ ഒരടിമ പെൺകുട്ടിയായി ആ വീടിന്റെ നടുവിലേക്ക് കടന്നു വരുമ്പോൾ ആ വീട് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ എത്ര തീവ്രമാണ്. അപ്പൊ ഇവളാണെങ്കിൽ അവൾക്ക് അടിമത്വത്തിൻ്റെതായ ഭാവവും വേദനയുണ്ട്. ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ആ വീടിൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഇടപെടുകയാണ്, അല്ലേ? കുരിശിലേക്ക് നോക്കിക്കേ. തൻ്റെ വേദന അനുഭവിക്കുമ്പോൾ പോലും, അല്ലെ, താൻ കുരിശ് ചുമക്കുമ്പോൾ പിന്നാലെ വന്നവരോട് പറയുന്നു, യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. ചുറ്റുവട്ടങ്ങളിൽ നിൽക്കുന്നവരുടെ സ്വസ്ഥതകളെ കുറിച്ചാണ് കുരിശുമരത്തിൽ ആര് ചിന്തിക്കുന്നത്? യേശു തമ്പുരാൻ ചിന്തിക്കുന്നത്. എത്ര സുന്ദരമായൊരു ഇടപെടിയിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ത്രീയും ഒരു വീടിന്റെ ഉള്ളിൽ നിർവഹിക്കപ്പെടുന്ന ക്രിസ്തുഭാവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, അല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്ക്. ഈ പഴയ ഒരു തലമുറയ്ക്ക് പറയാൻ കഴിയുമായിരിക്കും, വീട്ടിൽ പിള്ളേരുടെയൊക്കെ എണ്ണം കൂടുതലായിരുന്നു. ആണോ? അല്ലേ? ആയിരുന്നു. വീട്ടിൽ വരുമാനം കുറവായിരുന്നു. ആണോ? ആണ്. ആഹാരം കുറവായിരുന്നു, അല്ലേ? വിളമ്പി വരുമ്പോൾ അവസാനം ഭക്ഷണം കിട്ടാതെ വരുന്ന ആർക്കാ? അമ്മയ്ക്ക്. വീട്ടിലെ കാരണവരാണ് അകത്ത് കയറി ഈ സ്റ്റോറി കയറി അളന്നു കൊടുക്കും, അല്ലേ? അളന്നു കൊടുക്കും, അല്ലേ? വീട്ടിലെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്ന ആർക്കാ? കാരണവർക്കാ കൊടുക്കുന്നേ. പിന്നെ പിള്ളേർക്ക് തികയുവോ? കാരണം എല്ലാം തിന്നുന്ന പ്രായമാ. ഇതിന് കൊടുത്താൽ തികയുവോ? ഇല്ല. ഉള്ളത് വെച്ച് അവസാനം വരുമ്പോൾ ഒന്നും കിട്ടാതെ വരുമ്പോഴും മുണ്ടുമുറുക്കിയെടുത്ത് ഒരു വീടിൻ്റെ വേദനയെ ഒപ്പുന്ന അടിസ്ഥാന ഭാവം ആർക്കാ ഉള്ളത്? അമ്മയ്ക്ക്, സ്ത്രീക്കാണുള്ളത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ഭാവം വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും അപരൻ്റെ വേദന ഒപ്പാനുള്ള തൃഷ്ണയ്ക്ക് പറയുന്ന പേരാണ് ക്രിസ്തുഭാവമെന്ന്. ഇത് അന്വേഷിച്ച് നമ്മൾ ദൂരെയൊന്നും പോണ്ട. ഇതന്വേഷിച്ച് നമ്മൾ ക്രൂശിന്റെ ചോട്ടിലൊന്നും പോകണ്ട. ഇതന്വേഷിച്ച് നമ്മൾ ദേവാലയങ്ങളിൽ തീർത്ഥാടനങ്ങളിലേക്കൊന്നും പോകണ്ട. ഇത് നമുക്ക് എവിടെ കണ്ടെത്താൻ കഴിയും? അവനവന്റെ ഭവനത്തിന്റെ നടുവിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഭാവമാണ് എന്നു പറയുന്നത് ക്രിസ്തുവിന്റെ ഭാവമെന്ന് പറയുന്നതെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ടാണ് ഒരു കെയർ ഗിവിങ് മെന്റാലിറ്റി നമുക്കവിടെ കടന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ട്, ഒരു അടിമയെപ്പോലെ കഴിയുന്ന ഒരനുഭവം ഇത് ഓരോ സ്ത്രീയും അനുഭവിക്കുന്നുണ്ട്. നോക്കിക്കേ, പീലാത്തോസിന്റെ അരമനയിലും ഹെരോദാവിന്റെ രാജധാനിയിലും ഈ ലോകത്തെ സൃഷ്ടിച്ചവനും ലോകത്തെ ന്യായം വിധിക്കേണ്ടവനാകുന്ന ക്രിസ്തു നിൽക്കുന്ന എങ്ങനെയാ? ഒരു ദാസനെ പോലെ അവൻ അടിയേറ്റു എന്നാ പറയുന്നേ, അല്ലേ? ആണോ? അല്ലയോ? മിണ്ടാതെ നിൽക്കുകയാണ്, ആണോ? അല്ലേ? നമ്മൾ ഓർത്ത് നോക്കണം, മിണ്ടാതെ നിൽക്കുക. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ഈ പെൺകൊച്ചുങ്ങളൊക്കെ വീട്ടിൽ വളർന്നു വരുമ്പോഴേ ഇത്തിരി ഒന്ന് വളർന്നു വരുമ്പോഴേ പെങ്കൊച്ചൊന്ന് ചിരിച്ചാ പെട്ടെന്ന് നമ്മൾ എന്താ പറയുന്നേ? എന്താ പറയുന്നത്? ഉറക്കം ചിരിക്കണ്ട. കാരണം ഉറക്കം ചിരിച്ചാ എന്താ? നിന്നെ എന്തിനുള്ളതാ? കെട്ടിച്ചു വിടാനുള്ളതാണ്. ഇവളെ വളർത്തുന്നേ, ഈ നേർച്ചയ്ക്ക് ആടിനെ വളർത്തുന്ന ആരെ വളർത്തുന്നേ? അല്ല, അതൊക്കെ മനോഭാവം പോലെ ഇരിക്കും. അപ്പൊ ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെയൊക്കെ ഒരു ധാരണയാ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം കെട്ടിച്ചു വിടാന്നോ? അല്ല, ജീവിതത്തിലെ വലിയ കാര്യങ്ങളിൽ ഒന്നാണ് കെട്ടിച്ചു വിടൽ, അല്ലേ? അപ്പൊ അതുകൊണ്ട് പെണ്ണൊന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ പറയും, മര്യാദയ്ക്ക് നിന്നോണം കേട്ടോ, ഇത് ഇവിടെ നിൽക്കാനുള്ള അല്ല, നിന്നെ എന്ത് ചെയ്യാനുള്ളതാ? അപ്പം ഒന്നാമത് പെങ്കൊച്ചിന് കൊടുക്കുന്ന പാഠം എന്താണെന്നറിയാവോ? ഇത് നിന്റെ വീടല്ല. ആണോ?
അല്ലേ? ഒന്നാമത്തെ ഭാവം അതാ. 2, ഇനി ചെന്ന് കയറുന്ന വീട്ടിലോ അവിടെ അങ്ങോട്ട് ചെന്ന് വല്ല സ്വാതന്ത്ര്യം കാണിച്ചാൽ പറയും മര്യാദക്കൊക്കെ നിന്നോണം, വന്ന് കയറിയതാ. ആണോ അല്ലയോ? മര്യാദക്കൊക്കെ നിന്നോണം, വന്ന് കയറിയതാ. അവിടെയും വീടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഫലത്തിൽ പറഞ്ഞ നിന്നടോ ഇല്ല, പോയടോ ഇല്ല. ഇതിനിടയിലുള്ള ഒരു അലച്ചിലിന് പറയുന്ന പേരാണ് പെൺജീവിതം, അല്ലേ? നിന്നിടത്തും ഇടമില്ലാതെ ചെന്നിടത്തും ഇടമില്ലാതെ ഇതിനിടയിൽ നടത്തുന്ന ഒരലച്ചിലാണ് എന്ത് പറയുന്നത്. അവിടെയാണ് ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി റിട്ടൈൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു തലം. അത് ദൈവഭക്തിയുടെയും സമർപ്പണത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒന്നാണ്. അപ്പൊ അവിടെയാണ് ഒരു സ്ത്രീയുടെ അടിസ്ഥാനപരമായ ഭാവം നമ്മൾ എപ്പോഴും നോക്കുക. അതുകൊണ്ട് നിങ്ങളായി നിൽക്കേണ്ടത് അനിവാര്യമാണ്. നാട്യങ്ങളില്ലാതെ ജീവിക്കുവാനായിട്ട് കഴിയണം. എങ്ങനെ കഴിയണ്ടേ? നാട്യങ്ങളില്ലാതെ ജീവിക്കാൻ. നാട്യങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് ക്രിസ്തു ഒരു പച്ച മനുഷ്യനായിരുന്നു. അവനിൽ തെല്ലു അഭിനയം ഇല്ല. ഉണ്ടായിരുന്നോ? ഇല്ല. അവൻ ചെന്നിടത്തൊക്കെ ഒരു പച്ച മനുഷ്യനായിട്ടാണ്. കാരണം അഭിനയമില്ലാത്ത ജീവിതമെന്ന് വേണം ആരുടെ ഭാവത്തെ വിലയിരുത്താനായിട്ട്? ക്രിസ്തുവിൻ്റെ. പക്ഷെ നമ്മളൊക്കെയോ? നമ്മളൊന്നോർത്ത് നോക്കിക്ക്. നമ്മൾ ഈ 6 ദിവസം ഇടപെടുന്നതും 7-ാം ദിവസം പള്ളി പോകുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? 7-ാം ദിവസമൊക്കെ പള്ളി വന്ന് നിൽക്കുന്ന കണ്ട ഭർത്താവ് അത്ഭുതപ്പെടും, ഇതെന്റെ ഭാര്യ തന്നെ ആണോന്ന്, അല്ലേ? കാരണം എന്താ? മാലാഖമാരുടെ കൂട്ടാണ് നിൽക്കുന്നത്, അല്ലേ? മാലാഖമാരുടെ കൂട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ നമ്മൾക്ക് ഉള്ളിൽ ഒരു നാട്യഭാവമുണ്ട്. ഈ നാട്യഭാവം ആരിലില്ലായിരുന്നു? ക്രിസ്തുവിൽ ഇല്ലായിരുന്നു. ഒരു പച്ച. അതുകൊണ്ട് ഈ പൂർണ്ണ മനുഷ്യനെന്നൊക്കെ പറഞ്ഞ അതാണ്, അല്ലേ? ചില തിന്മകൾക്ക് നേരെ പൊട്ടിത്തെറിക്കുക, അത്തിയുടെ കാപട്യത്തിനു നേരെ വർത്തമാനം പറയുക, സങ്കടം അനുഭവിക്കുന്നവരോട് ചേർന്ന് നിൽക്കുക. അപ്പൊ ഇതിൻ്റെയൊക്കെ നടുവിൽ നിർവഹിക്കപ്പെടുന്ന ഒരു വലിയ ഭാവമുണ്ടല്ലോ. അവിടെയാണ് നമ്മുടെ ഐഡന്റിറ്റി തെളിയിക്കപ്പെടേണ്ടത്. അതാണ്. അല്ലാതെ വേഷം കെട്ടലിലല്ല എന്തിരിക്കുന്നത്, ഐഡന്റിറ്റി ഇരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നാട്യങ്ങളില്ലാതെ മാത്രമല്ല, ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്താ? ഈ മനസ്സ്, ഒരു വലിയ കരുണ അവളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ വീടിനോട് കാണിക്കുന്ന കാരുണ്യഭാവം. ഈ ലോകത്ത് നമ്മളെ അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? കരുണ കൊണ്ട്, അല്ലേ? നമ്മുടെ സിഗ്നേച്ചർ എന്താ? ഈ സിഗ്നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒപ്പെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയും ഒരു വൈദികൻ ഒരു സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ ഇടുന്ന അടയാളമല്ല സിഗ്നേച്ചർ. ഒരു മെത്രോപൊലിത്ത കൽപ്പനയുടെ അടിയിൽ ഇടുന്ന അടയാളമല്ല സിഗ്നേച്ചർ. പിന്നെന്താ ഈ സിഗ്നേച്ചർ എന്നൊക്കെ പറഞ്ഞ? നമ്മളെ എന്താണോ അടയാളപ്പെടുത്തുന്നത് അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ നന്നായിട്ട് ഈ പാചകം ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവര് ചില കാര്യങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, ആണ്, അല്ലേ? ഒന്നെ പറയും എന്താ, ഇതാണ് സിഗ്നേച്ചർ ഐറ്റം എന്ന് നമ്മൾ പറയാറില്ലേ, അല്ലേ? കാരണം എന്താ? അതിൽ നമ്മളെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ഓരോരുത്തരും ഈ ലോകത്ത് നിങ്ങളെ തന്നെ അടയാളപ്പെടുത്തേണ്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? കരുണ കൊണ്ട് ആയിരിക്കണം. ഒരു നല്ല ചിരി കൊണ്ടായിരിക്കണം നിങ്ങളെ എന്ത് ചെയ്യേണ്ടത്? അടയാളപ്പെടുത്തുക. ചിരി കൊണ്ട് അടയാളപ്പെടുത്തുക. അത് പറയുമ്പോഴാ എൻ്റെ മനസ്സിലേക്ക് ഈ കണ്ട ഒരു സിനിമ ഓർമ്മ വരുന്നത്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പലരും കണ്ടു കാണും. ഈ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് അന്ന് ചെറിയ വഴക്കിട്ട് ഇറങ്ങിപ്പോരുകയാണ്. നേരെ അവൾ വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് മോളിലാണ്. നേരെ സന്ധ്യയായിട്ട് അവൾ തിരിച്ചെത്തുന്നില്ല. വീട്ടിലൊക്കെ ആകെ വേവലാതി. പോലീസിൽ അറിയിക്കുന്നു. എല്ലാവരും എല്ലായിടത്തേക്കും അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പം ഈ മകളുടെ ഫോട്ടോയുമായിട്ട് ഈ അച്ഛൻ ഓടി വരുന്നത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷോപ്പിംഗ് മോളിലേക്കാണ് വരുന്നത്. അപ്പം അതിൻ്റെ വാതിക്കൽ ഒരു സെക്യൂരിറ്റി നിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാ, കണ്ടിട്ടുണ്ടോ, തിരിച്ചു പോകുന്നുണ്ടോ? അപ്പം ആ മനുഷ്യൻ പറഞ്ഞ എന്താ അറിയോ? അകത്തോട്ട് പോകുന്നത് കണ്ടു, പുറത്തോട്ട് വന്നിട്ടില്ല. അകത്തോട്ട് പോകുന്നത് കണ്ടു. അപ്പൊ അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ? 1000കണക്കിന് പേര് വന്നിറങ്ങി പോകുന്ന ഈ ഷോപ്പിംഗ് മോളിനുള്ളിൽ ഈ പെൺകുട്ടി വന്ന് കയറുന്നതും
തിരിച്ചു പോകുന്നതും നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, എല്ലാ ദിവസവും ആ പെൺകൊച്ച് ഡ്യൂട്ടിക്ക് വരുമ്പോൾ എന്നെ നോക്കി ഒന്ന് ചിരിക്കും, തിരിച്ചിറങ്ങി പോകുമ്പോഴും എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കും. അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ ഉള്ള ചിരിയാകുന്ന പൂവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ അത് കിട്ടിയിട്ടില്ല. ആ മനുഷ്യൻ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി തൻ്റെ മുഖത്തു നോക്കി ഒന്ന് ചിരിക്കുന്നത് കാണാം. അതോടുകൂടി അവർക്ക് ബോധ്യമായി പെൺകുട്ടിയെ എവിടെ തന്നെ കാണും? ഷോപ്പിംഗ് മാൾ. അപ്പോൾ അവരന്വേഷിച്ച് ചെല്ലുമ്പോൾ ഉണ്ട്, താൻ വർക്ക് ചെയ്യുന്ന കടയ്ക്കുള്ളിലെ വലിയ ഫ്രീസറിനകത്ത് ആരോ അറിയാതെ ഈ പെൺകുട്ടിയെ അടയ്ക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വെച്ച് ഫ്രീസായി മരിച്ചുകൊണ്ട് ഇരിക്കുന്ന, അങ്ങനെ തള്ളി തുറന്ന് അകത്ത് കയറി ആ പെൺകുട്ടിയെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പം ഓർക്കണം, അവളെ രക്ഷിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഓരോ ദിവസവും രാവിലെ സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു ചിരി, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ സമ്മാനിക്കുന്ന മറ്റൊരു ചിരി. പ്രിയപ്പെട്ടവരെ, ഒരു നല്ലൊരു പോസിറ്റീവ്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന് കൊടുക്കാൻ നമുക്ക് എന്താ ഉള്ളത്? ഇതാണ് നമുക്ക് കൊടുക്കാനുള്ളത്, അല്ലെ? ക്രിസ്തു എപ്പോഴും സന്തോഷിപ്പീൻ, അല്ലെ? ക്രിസ്തുവിൽ ഒരു സന്തോഷത്തിന്റെ ഭാവം മറ്റുള്ളവർക്ക് നൽകാൻ കഴിഞ്ഞാൽ, അതാണ് ഈ പെൺകുട്ടി ആ വീട്ടിൽ നിർവഹിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദൗത്യം. നമ്മളൊരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു 150 വേദന പറയും, അല്ലേ? എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എന്താ? നടുവേദന, കാലുവേദന, മുട്ടുവേദന. ഇപ്പൊ പിന്നെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴേ പുള്ളിക്കാരൻ അങ്ങ് പറയും കാലുവേദന, മുട്ടുവേദന, നടുവേദന. എനിക്ക് തീരെ വയ്യ, ഒറ്റ വേടില് പറയും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് രാവിലെ നിങ്ങൾ കൊടുക്കുന്ന പൂച്ചണ്ട്. എന്തിന്റെ പൂച്ചണ്ട? എന്തോ ഇതിന്റെ പൂച്ചണ്ട? വേദനയുടെ പൂച്ചണ്ട. അന്ന് ആലോചിച്ച് നോക്കിക്കേ, അങ്ങേര് രാവിലെ എഴുന്നേറ്റിരിക്കുമ്പം നിങ്ങൾ കൊടുക്കുന്ന എന്താ? ബെഡ് കോഫിക്കൊപ്പം നിങ്ങൾ കൊടുക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്. അപ്പം നമ്മളൊന്ന് എപ്പോഴും നോക്ക്, ഒരു ഡേ ബിഗിൻസ് വിത്ത് പോസിറ്റീവ് എനർജി. ഒരു ദിവസം നമ്മൾ ആരംഭിക്കേണ്ടത് ക്രിയാത്മകമായ, അല്ലെ? നിങ്ങൾ ഈ കുന്നംകുളത്ത് വന്ന് പോകും, ബറോഡയിലേക്ക് പോകുമ്പോണ്ടല്ലോ, അവരുടെ മനസ്സിൽ നിൽക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളുടെ സാരിയോ, നിങ്ങളുടെ ഡാൻസോ, നിങ്ങളുടെ നടപ്പോ, നിങ്ങളുടെ കമ്മലോ, നിങ്ങളുടെ മാലയോ, നിങ്ങളുടെ വളയോ അല്ല. നിങ്ങൾ ഈ ദേശത്തിന് സമ്മാനിക്കുന്ന ഒരു നല്ല ചിരിയായിരിക്കും അവരെ ഹൃദയത്തിൽ ജീവിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു തലം എപ്പോഴും അതുകൊണ്ടാ പറയുന്നത്. എന്താ പറയുന്നതെന്ന് അറിയാമോ? സ്മൈൽ ഈസ് എ കർവ് ദാറ്റ് സെറ്റ്സ് എവരിതിങ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ, ചിരിക്കുമ്പോ ഒരു വളവുണ്ട്, ഉണ്ടോ? അല്ലേ? ചുണ്ടൊന്ന് വളയും. പക്ഷേ ആ ചിരിയാണ് എല്ലാം എന്താക്കി മാറ്റുന്നത്? നേരെയാക്കി തീർക്കുന്നത്. ആ ചിരിയാണ് എല്ലാം നേരെയാക്കി തീർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചിരിക്കണം, അല്ലെ? ചിരിക്ക് വലിയ അർത്ഥമുണ്ട്. ഈ ചിരിക്കാനായിട്ടൊരു ഗ്യാസ് തന്നിട്ടുണ്ട് കേട്ടോ. ചിരിക്കാനായിട്ട് എന്തുണ്ട്? ഗ്യാസ് ഉണ്ട്. ഏത് ഗ്യാസാന്ന് പറയാവോ? ജീവിതമേ ഗ്യാസാ, അല്ലേ? ജീവിതമേ എന്താ? ആണോ? കത്തിത്തീരുന്ന ഗ്യാസൊന്നും അല്ല. ഇതാണ്ട് ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവം തമ്പുരാൻ ഊതിക്കയറ്റിയ എന്തുണ്ട്? അത് ഗ്യാസാ. ഇതുള്ളത് കൊണ്ടാ വിലയുള്ളത്, അല്ലേ? ഈ ഗ്യാസ് പോകാറാകുമ്പോഴാ നമ്മളെ കൊണ്ടുവന്ന് ആശുപത്രിക്ക് കടത്തും. തീരുമ്പോ നാട്ടുകാർ പറയും, അവന്റെ എന്തോ പോയെന്നാ പറഞ്ഞേ? കാറ്റ് പോയി, അല്ലേ? അവന്റെ എന്തോ പോയി? കാറ്റ് പോയി, അല്ലെ? അങ്ങനെ പറയുന്നേ. ഈ കാറ്റുള്ളത് കൊണ്ടാണ് നമുക്കുള്ള വില കിട്ടുന്നത്. ദാണ്ട് ഇപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കുക? കസേര ഇരിക്കുക, അല്ലെ? ഈ കാറ്റ് പോയാൽ പിന്നെ നിങ്ങൾ എവിടെ ഇരുത്തുവോ? കടത്തത്തുമില്ല, കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോകുന്നറിയാവോ? എവിടെ കൊണ്ടുപോകും? മോർച്ചറിയില് കൊണ്ടുപോകും. ഇങ്ങോട്ട് വന്നത് നല്ല ഒന്നാം തരം ഇന്നോവയിലും ജാഗോറിലും ലംബോർഗിനിയിലാണ് വന്നത്. ഈ കാറ്റ് പോയാൽ കൊണ്ടുപോകുന്ന എന്തോത്തിനകത്താ? എന്തിനാ കൊണ്ടുപോകുന്നേ? ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് എന്തേലും വില കിട്ടുന്നെങ്കിൽ, അല്ലേ? മാത്രമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. താണ്ടെ എൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞപ്പം മുതൽ ഇടുന്ന 5 പവന്റെ മാലയാണ്. മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ശരീരത്ത് 5 പവന്റെ മാല ഇടട്ടെന്ന് പറയൂ ആരെങ്കിലും? പറയൂ? പറയത്തില്ല.
കാറ്റ് പോന്ന ഉടനെ എന്ത് ഊരിയെടുക്കും? മാല ഊരെടുക്കും. എന്നിട്ട് അവസാനം തരുന്ന ഒരു സാധനം ഉണ്ട്, എന്നാ കണ്ണാടി അല്ലേ? കാരണം എന്താ, ഇത് വേറെ ഒരു മനുഷ്യനും വെക്കാൻ പറ്റുമോ? ഇല്ല. ഇത് ഇരിക്കുമ്പോ കാണുമ്പോ ഇത് വെറുതെ വെച്ച് എന്തിനാ? പിന്നെന്തിനാ മരിച്ചവന്റെ കണ്ണിൽ എന്തിനാ കണ്ണാടി വെക്കുന്നേ? അവിടെ പോയി എന്താ ആധാരം എഴുതാൻ പോവാന്നോ? ശവക്കുഴി കുത്തിയിരുന്ന ആധാരം എഴുതുവോ? എഴുതുവോ? ഇല്ല. അതോ സ്വപ്നം? അത് വെള്ളെഴുത്തിന്റെ അസുഖം ഉണ്ടോ അവിടെ? അപ്പൊ ഇത് വേണ്ടാത്ത സാധനമായതുകൊണ്ടാണ് എന്ത് വരുന്നത്? പിന്നെ ചിലയിടത്ത് കൊടുത്തു വിടുവല്ല, പണ്ടാരത്തി ഇടുക ചെയ്യുന്നേ. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തു നോക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റുള്ളപ്പോൾ ഉള്ള വിലയല്ല ഉള്ളോ. എത്ര കോടീശ്വരനെന്ന് പറഞ്ഞാലും, എത്ര ധനമുള്ളവരെന്ന് പറഞ്ഞാലും, നമ്മുടെ വിലയെന്ന് പറഞ്ഞാൽ ഏതുള്ളപ്പോൾ കിട്ടുന്ന വിലയാണ്? ഈ കാറ്റുള്ളപ്പം. അതുകൊണ്ട് ഈ കാറ്റ് പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ ആരുടെ കൈ കൊടുക്കുന്നതെന്നറിയാമോ? ആരുടെ കൈ കൊടുക്കും? ഡോക്ടറുടെ കൈ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോഴാ ഡോക്ടർ കൊണ്ടുവന്ന് വെന്റിലേറ്ററിലിടും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് പറയും, സോറി, എന്തുപോയി? കാരണം ഡോക്ടർക്ക് എന്ത് പിടിക്കാൻ അറിയത്തില്ല. വേദപുസ്തകം പറയുന്നുണ്ട്, കാറ്റ് എവിടുന്ന് വരുന്നെന്നറിയത്തില്ല, എവിടുന്ന് പോകുന്നത്. പിന്നെ അന്നേരം ആ ഡോക്ടർക്ക് അറിയുന്ന കാറ്റ് എവിടുന്നാ വരുന്നേ, എങ്ങോട്ടാ പോന്നേന്ന് അല്ലേ? ഈ കാറ്റുള്ള സമയത്തേ ഉള്ളൂ ആർക്ക് വില? മനുഷ്യരാകുന്ന കാറ്റുള്ളപ്പോഴേ. ഇതുപോലെ ചിരിക്കാനും എന്ത് തന്നിട്ടുണ്ട്? ഗ്യാസ് തന്നിട്ടുണ്ട്. ഏത് ഗ്യാസാ? LPGയോ? ഏതാ? നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ചില മനുഷ്യന്റെ ഒക്കെ മോന്തയ്ക്ക് നോക്കിയാൽ ഉണ്ടല്ലോ, തമ്പുരാൻ ഇതിന്റെ കിറ്റ് വെക്കാതെ വിട്ടാ നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഈ കിറ്റ് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്താതെ എന്ത് ചെയ്തോണ്ടിരിക്കും? ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മളിൽ കൊടുക്കുന്ന ഒരു നല്ല ചിരിയാണ് ജീവിതത്തിലെ നല്ല അടയാളം. കർത്താവ് പറയുന്നതുകൊണ്ട്, പൗലോസ്ലീഹ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പീൻ അല്ലേ? ഹൃദയത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം അല്ലെ? അതെ, ദൈവപ്രസാദം അല്ലേ? ദൈവപ്രസാദം എന്ന് പറഞ്ഞാൽ അതാണെന്നുള്ള കാര്യം. അതുകൊണ്ടാ ഈ ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലേ, ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല്ലുകൊണ്ടാണോ? ആണോ? ചിരിക്കുന്നത് ഹൃദയത്തിൽ നിന്ന്. ഈ പല്ല് കാണിക്കുന്ന മോണാക്റ്റാ അല്ലേ? പല്ല് കാണിക്കുന്ന മോണാക്റ്റാ. അതുകൊണ്ട് ചില മനുഷ്യൻ്റെയൊക്കെ ചിരി എന്ന് പറഞ്ഞാൽ കൊലച്ചിരി എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ചില മനുഷ്യനൊക്കെ ചിരിച്ച കൊലച്ചിരി പോലെ. അപ്പൊ പല്ല് കാണിക്കുന്നതിനകത്തല്ലേ കാര്യം ഇരിക്കുന്നത്. പിന്നെന്താണ്? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു മുഖപ്രസാദം. അല്ലാതെ ഈ പല്ല് കാണിക്കണമെന്നൊന്നും, ഈ പല്ല് കാണിച്ച് ചിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചാരെന്നറിയോ? കോൾഗേറ്റുകാരൊക്കെയാ അല്ലേ? കാരണം എന്താ? അത് തേക്കുന്നതിൻ്റെ പരസ്യം. അപ്പം ഇതാണ് മറ്റു കാര്യം. രണ്ടാമത് മറ്റൊരു കാര്യം നമ്മൾ ഓർക്കണം. വീണ്ടെടുപ്പിനെ കുറിച്ചൊരു വലിയ സ്വപ്നം ക്രിസ്തുവിനുണ്ടായിരുന്നു. തൻ്റെ ജനത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ലോകത്തെ വീണ്ടെടുക്കാനുള്ളൊരു വലിയ സ്വപ്നം ആർക്കുണ്ടായിരുന്നു? യേശുക്രിസ്തു. ആ സ്വപ്നത്തിലേക്ക് ക്രിസ്തു നടന്നെടുക്കുമ്പോഴാണ് കാൽവറി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. ഈ സ്വപ്നം നമുക്ക്, ഈ പെങ്കൊച്ചിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്തിനെക്കുറിച്ച് അറിയോ? താൻ താമസിക്കുന്ന തൻ്റെ വീടല്ലെന്നറിഞ്ഞിട്ട് കൂടി ആ വീടിനെ പറ്റി എന്തുണ്ടായിരുന്നു? ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ കഴിവാണ്, ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ആരാന്നറിയോ? സ്ത്രീകളാണോ പുരുഷന്മാരാണോ? ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് സ്ത്രീകളാണ്. പക്ഷെ പുരുഷന്മാർ സ്വപ്നം കാണും. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കാണുന്ന സ്വപ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്ന എന്താ അറിയോ? ദുസ്വപ്നങ്ങളാ. ഏറ്റവും കൂടുതൽ കാണുന്ന എന്താണ്? ദുസ്വപ്നങ്ങളാണ്. ആ സമയത്ത് നമ്മൾ എന്താ, വേദപുസ്തകം എടുത്ത് എവിടോട്ട് കയറ്റി അങ്ങ് വെക്കും, തലക്കടിയോട്ട് കയറ്റും. ഏറ്റവും കൂടുതൽ. പിന്നെ പുതിയ ചിന്തയില് പുതിയ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, ഈ സ്ത്രീകൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. ഇന്ന് കണ്ടതിൻ്റെ ബാക്കിയൊക്കെ നാളെയും കാണും എന്ന് വെച്ചാൽ, അതെനിക്കൊന്ന് ഈ മെഗാ സീരിയൽ കണ്ട എപ്പിസോഡായിട്ടാ എന്ത് കാണുന്നേ? സ്വപ്നം കാണുന്നത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെ ഏറ്റവും അധികം സ്വപ്നം കാണാൻ ദൈവം ബലം തന്നിട്ടുള്ള വർഗമാണ് ആര്? സ്ത്രീ എന്ന് അല്ലേ? സ്വപ്നം കാണണം അല്ലേ? സ്വപ്നം കാണണം. ഈ സ്വപ്നം കാണുന്ന മാത്രമല്ല കേട്ടോ, ഈ ഒരു കട്ടിലിൽ ഏറ്റവും കൂടുതൽ സ്ഥലം അപഹരിക്കുന്ന ആരാന്നറിയോ?
ആരാന്നറിയോ? ഒരു കട്ടിലിൽ ഒരു സ്ത്രീയും പുരുഷനും കിടന്നാൽ ഏറ്റവും അധികം സ്ഥലം അപഹരിക്കുന്ന ആരാന്നറിയോ? സ്ത്രീ. 80% സ്ഥലം സ്ത്രീയും 20% സ്ഥലം ആരും എടുക്കും. അതുകൊണ്ട് ഏറ്റവും അധികം കട്ടിലേന്ന് ചടഞ്ഞു വീഴുന്ന ആരാന്നറിയാവോ? ആ പുള്ളി ഇങ്ങോട്ട് തിരിയുമ്പം എവിടെ നടു തിരുമ്മിക്കൊണ്ട് കയറി കിടക്കും. അപ്പം നിങ്ങളെന്ന് പറഞ്ഞ കാരണം എന്താ, ഈ ദുസ്വപ്നമൊക്കെ കാണാൻ ഇഷ്ടം പോലെ സ്ഥലം. ഇടയ്ക്ക് പൊട്ടിക്കരച്ചില്, വിങ്ങി പൊട്ടല്, സങ്കടങ്ങള്, ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പൊ പക്ഷേ നമ്മൾ ഓർത്തു നോക്കണം, ഈ പെങ്കൊച്ചിന് ആ വീടിനെ കുറിച്ച് എന്തുണ്ടായിരുന്നു? സ്വപ്നമുണ്ടായിരുന്നു. ക്രിസ്തുവിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിനെ പറ്റി. നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? നിങ്ങളുടെ വീടിനെ കുറിച്ച് നല്ല സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. ഈ അടിമ പെൺകൊച്ചിന് താൻ വസിക്കുന്ന വീടിന്റെ വിലാപ അവസ്ഥയെ സന്തോഷമാക്കി പരിവർത്തിപ്പിക്കണമെന്നുള്ള ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ഈ സ്വപ്നം ആർക്കും ഉണ്ടാകണം? നമുക്ക് ഉണ്ടാകും. എന്ന് വെച്ചാൽ അവളുടെ ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വീട് അവളുടേതല്ലെന്നറിഞ്ഞിട്ട് കൂടിയാണ് അവൾ എന്ത് ചെയ്യുന്നത്? ആ വീടിനെ കുറിച്ച് സ്വപ്നം കാണുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ വീടിനെ കുറിച്ച് മാത്രമല്ല, അവിടെ അവക്ക് ചെയ്യേണ്ട ഒരു ജോലി എന്താ അറിയോ? അടിമപ്പണി മാത്രം ചെയ്താൽ മതി, വീട്ടു ജോലിയൊക്കെ ചെയ്താൽ മതി. പക്ഷെ അവൾ ആ ഒരു ജോലി മാത്രമാണോ ശ്രദ്ധിക്കുന്നത്? ആണോ? അല്ല. കാരണം എന്താ? ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങളെപ്പറ്റി, വിവിധ തലങ്ങളെപ്പറ്റി ആര് ചിന്തിക്കുന്നുണ്ട്? അവള് ചിന്തിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൾട്ടി ടാസ്കിങ് ക്യാരക്ടർ ആരിലുണ്ട്? ഓരോ സ്ത്രീയിലും മൾട്ടി ടാസ്കിങ്. കാരണം എന്തറിയാവോ? ഈ നമ്മുടെ ബുദ്ധി എവിടെ ഇരിക്കുന്നത്? ബ്രെയിനിലായിരിക്കുന്നത്. തലച്ചോറിന്റെ തൂക്കം എത്രയാണെന്നറിയാവോ? തലച്ചോറിന്റെ തൂക്കം എത്ര? ആണുങ്ങളുടെ തലച്ചോറിന് എത്ര തൂക്കം കാണും ഏകദേശം? വീട്ടിലെ പുള്ളിക്കാരനെ ഇത്രയും കുറച്ച് കാണിക്കരുത് കേട്ടോ. 1/2 കിലോ പോലും പറഞ്ഞില്ല കേട്ടോ. 1/2 കിലോ പോലും പറഞ്ഞില്ല. ഇത്രയും കുറച്ച് കാണിക്കേണ്ട കാര്യമുണ്ടോ? എത്ര ഉണ്ടെന്നറിയോ? 1350 ഗ്രാം ഉണ്ട്. അല്ല, 1 കിലോ അങ്ങ് കുറച്ച്. അപ്പം എത്ര ഉണ്ട്? 1000. സ്ത്രീകളുടെ തലച്ചോറിന് എത്ര ഉണ്ട്? കൂടുതലാണോ കുറവാണോ? കൂടുതലൊന്നും അല്ല, കുറവാ. എത്രയെന്നറിയോ? 1250 ഗ്രാം തൂക്കേ ഉള്ളൂ. എത്ര? 100 ഗ്രാം. ആരാ കണക്ക് പഠിപ്പിച്ചേ? 1350 1250 ആകുമ്പോൾ എത്ര വ്യത്യാസമുണ്ട്? 100 ഗ്രാമിന്റെ വ്യത്യാസമുണ്ട്. ഈ പുരുഷന്മാരില് തലച്ചോറിന് പ്രധാനപ്പെട്ട 2 സ്പിയർ ഉണ്ട്. ഒന്ന് റൈറ്റ് സ്പിയറും 2 ലെഫ്റ്റ് സ്പിയറും. ഇത് തമ്മിലുള്ള ഡിസ്പാരിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ പുരുഷന് വലത് കൈ കൊണ്ട് ചെയ്യുന്നതിൻ്റെ അത്രയും സ്വാധീനത്തോടെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല? ഇടത് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കൊരു ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് പുറത്ത് പോയി നിന്ന് എന്ത് സംസാരിക്കും? ആ ഫോണിനോട് സംസാരിക്കും. നിങ്ങൾ അടുക്കള നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫോൺ വന്നാൽ എങ്ങനെ ആയിരിക്കും? ഒരു കയ്യിൽ എന്ത് കാണും? ഫോണ്. അടുത്ത കൈ കൊണ്ട് എന്ത് കുഴയ്ക്കും? ആട്ട കുഴയ്ക്കും. കാല് കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ അവിടെയും ചെയ്യും. അറ്റ് എ ടൈം എന്തെല്ലാം കാര്യം ചെയ്യും? അല്ലേ? മൾട്ടി ടാസ്കിങ് അല്ലേ? കാരണം എന്തറിയോ? നിങ്ങൾക്ക് ഇടത് കൈ കൂടി എടുത്ത് പെട്ടെന്ന് പ്രവർത്തിക്കാൻ കഴിയും. പുരുഷൻ അത് പറ്റത്തില്ല, അല്ലേ? അവൻ അടിക്കാൻ പോലും തയ്യാറായി നിന്ന് കഴിഞ്ഞാൽ വലത് കൈ കൊണ്ടേ ഒക്കത്തുള്ളൂ. നിങ്ങൾ ഇടതും വെച്ചടിക്കും, വലത് വെച്ച്. കാരണം എന്തറിയോ? ഇത് രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ദൈവം ആർക്ക് തന്നിട്ടുണ്ട്? സ്ത്രീ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ്. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം. അവൻ ഒരേ അറ്റ് എ ടൈം വിവിധ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ശേഷിയും ആർക്കുണ്ട്? സ്ത്രീകൾക്ക് ഉണ്ട്. ഈ ചില വലിയ അബദ്ധമുണ്ട്. ഈ അടുത്ത സമയത്ത് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ
വണ്ടി കൊണ്ട് നിർത്തി. അതിനകത്ത് ഭാര്യ ഇരിപ്പുണ്ട്. അപ്പം എന്ത് ചെയ്തു, പെട്രോൾ അടിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ അവിടെ പുറത്തോട്ട് പോയിട്ട് ഒന്ന് ഇറങ്ങി നിന്നിട്ട് നടുവൊക്കെ ഒന്ന് നൂത്തിട്ട് കയറാമെന്ന് വെച്ചു. പെട്രോൾ അടിച്ചു കഴിഞ്ഞു, കാശ് കൊടുത്തു. അങ്ങേര് വണ്ടി എടുത്തോണ്ട് സ്ഥലം വിട്ടു. ഭാര്യ വെളിയിൽ നിൽക്കുക. കുറച്ച് കഴിയുമ്പോഴാണ് ഇവിടുന്ന് പെട്രോൾ പമ്പിൽ നിന്ന് അവിടുന്ന് നമ്പർ കൊടുത്ത് വിളിച്ചപ്പോഴാണ് ഓർക്കുന്നത് കൂടെ ആരില്ല, ഭാര്യയില്ല. അദ്ദേഹം തിരിച്ചു വന്ന് അന്നേരം അവർ പറയാണ്, എനിക്കന്നേരം അറിയാം നിങ്ങൾ ഈ പണി കാണിക്കാന്ന്. കാരണം എന്താ അറിയാം, അപ്പുറത്ത് വേറെ കാരണത്ത് വേറൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് നോക്കിയാൽ വേറെ ഒന്ന് നോക്കാനുള്ള നേരം ആർക്കില്ല എന്ന്. അല്ല, അതോടുകൂടി ആ മനുഷ്യന്റെ കാര്യമാ ഞാനൊന്ന് ആലോചിക്കുന്നത്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് മൾട്ടി ടാസ്കിങ് ആയിരിക്കും അല്ലേ? അയാളുടെ അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഈ ഒരു അടിമപ്പണി ചെയ്യുന്ന ഒരു പെങ്കൊച്ച് ആ വീട്ടിൽ എന്ത് പണി ചെയ്താൽ മതി? അടിമപ്പണി ചെയ്താൽ മതി. പക്ഷെ ആ വീടിൻ്റെ വിവിധ തലങ്ങളിലേക്ക് അവൾ എത്തിച്ചേരുന്ന തലം നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ ചെയ്യുവീനെന്ന് പറയുന്നതിൻ്റെ കാരണം. പിന്നീട് നമുക്കറിയാം, ക്രിസ്തു ജീവിതം ഒരു താങ്ക്സ് ഗിവിങ്, എപ്പോഴും സ്തോത്ര അർപ്പണത്തിൻ്റെ കൂടി ആയിരുന്നു. പിതാവേ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പോലെ ആകട്ടെ. നമ്മുടെ പ്രവർത്തികളൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി നിറയുന്ന പ്രവർത്തനം ആയിരിക്കണം. നന്ദി നിറയുന്ന പ്രവർത്തനത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം എന്താണെന്നറിയാമോ? ആ വീട്ടിൽ ആ ഗൃഹനാഥനൊരു പ്രോബ്ലം ഉണ്ടെന്നറിഞ്ഞപ്പോൾ അതിനുള്ള പരിഹാരം അവക്കറിയാം. ഈ പരിഹാരം അവർക്ക് ഡയറക്റ്റ് ചെന്ന് ആരെടുത്ത് പറഞ്ഞാൽ മതി? യജമാൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അല്ലേ? കാരണം സൈനാധിപനാണ്, അയാൾ വെയ്യാത്ത ആളാണ്, ഡയറക്റ്റ് ചെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ അടിമ പെൺകുട്ടി ഡയറക്റ്റ് ചെന്ന് നയമാൻ്റെ അടുത്ത് പറയുന്നു? ഇല്ല. ആരെടുത്താ പറയുന്നേ? നയമാൻ്റെ ഭാര്യയോടാ പറയുന്നേ. അവൾ ബുദ്ധിമതിയായിരുന്നു. എന്താ കാരണം എന്നറിയാവോ? നമ്മളാണെങ്കിൽ ആരടുത്ത് പോയി പറഞ്ഞേനെ? കാരണം എന്താ? നമുക്കാണ് പേര്, പ്രശസ്തി, ഇതൊക്കെ കിട്ടേണ്ടത് നമുക്കാണ്. അവൾ ചെന്ന് പറയുന്നത് അവക്കറിയാം. കാരണം എന്താ? ഇവൾ ചെന്ന് ഡയറക്റ്റ് പറഞ്ഞാൽ അല്ല, മാനിക്കും. അവക്ക് പ്രശസ്തിയും കിട്ടും, അവക്ക് അഭിനന്ദനവും കിട്ടും. പക്ഷെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് വേറൊരു സ്ത്രീയെ പ്രശംസിച്ചാൽ നിങ്ങൾ എങ്ങനായിരിക്കും? യെരൂശലേം ദേവാലയത്തിലെ ഭാവം കേട്ടോ. ക്രിസ്തുവിന്റെ എവിടുത്തെ ഭാവം എന്നറിയാവോ? അവർ പ്രാവുകളെ വിൽക്കുന്ന മേശ തട്ടി എറിഞ്ഞു, ചാട്ടവാറ് വീശി അല്ലേ? പക്ഷേ ഇതെന്നാലോചിച്ച് നോക്ക്, ഒരു സ്ത്രീയും സഹിക്കുവോ? വേറെ ഒന്നും വേണ്ടല്ലോ. ഈ നിങ്ങൾ ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിൻ്റെ അമ്മയെ ഭർത്താവ് കുറച്ച് നേരെ ഒന്ന് പൊക്കി പറഞ്ഞേ അല്ലേ? അമ്മ ഉണ്ടാക്കുന്ന ദോശ എത്ര നല്ലതാ. കാരണം എന്താ പറയുക, ഇവിടെ കരിഞ്ഞ ദോശയുടെ മുമ്പ് ഇരുന്നുകൊണ്ടാ ഇത് പറയുന്നേ. അന്നത്തെ ദിവസം എങ്ങനായിരിക്കും? ഒരു സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ പുകഴ്ത്തുന്നത്. ഇഷ്ടമല്ല. എത്ര വലിയ ന്യായം പറയും, എത്ര വലിയ മികവ് പറഞ്ഞാലും ഒരു പൊസസീവ്നെസ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലേ? അതാണ് ഒരു പുരുഷന്റെ ചുറ്റും വരയ്ക്കുന്ന ആദ്യത്തെ വരയെന്ന് പറഞ്ഞാൽ അതാണ്. കാരണം അതിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ഇത് കൃത്യമായിട്ട് ആർക്കറിയാം? വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അവള് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അവൾ തിരിച്ചറിയുന്ന തൻ്റെ ജീവിതത്തെ എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ യജമാനൻ്റെയും യജമാനത്തിയുടെയും ജീവിതത്തിൽ ഒരിക്കലും ഒരു കല്ലുകടിയാകരുതെന്ന് ഒരു പെണ്ണെടുക്കുന്ന തീരുമാനം. അപ്പോൾ എത്ര സ്വസ്ഥമായൊരു കുടുംബജീവിതം അവർക്ക് കൊടുക്കണമെന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്? അപ്പോൾ ഈ ലോകത്തെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഓരോ സ്ത്രീ ഇങ്ങനെ വിചാരിച്ചാൽ മതി അല്ലേ?
വിചാരിക്കത്തില്ല. ഒരു പ്രശ്നം, കാരണം ഒരു കല്ലുകടി അവിടെ ഉണ്ടാകരുതെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് അവള് കാരണം ഉണ്ട ചോറിന് നന്ദി കാണിക്കുക. കാരണം ആ വീട്ടിൽ അവൾ ഒരു അടിമ പെണ്ണായിട്ട് കഴിയുമ്പോൾ പോലും അവൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തെയും അവൾക്ക് ലഭിക്കുന്ന സൗകര്യത്തെയും അവൾക്ക് ലഭിക്കുന്ന പരിഗണനയും അവൾ നന്ദിയോടെ സ്മരിച്ചത് കൊണ്ടാണ് തനിക്ക് ലഭ്യമായ ഒരറിവ് തനിക്ക് അവതരിപ്പിക്കാൻ അവസരമുണ്ടായിട്ടുകൂടി യജമാനന്റെ മുൻപിൽ പോയി അത് അവതരിപ്പിക്കാതെ അവതരിപ്പിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി അവതരിപ്പിച്ച് അതിനൊരു ക്രിയാത്മകമായ ഇടപെടൽ ഇന്റർവെൻഷൻ നടത്താൻ ഒരു സ്ത്രീക്ക് കഴിയുന്നെങ്കിൽ ഇറ്റ്സ് എ ക്രിയേറ്റീവ് ഇന്റർവെൻഷൻ. അതാണ് ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുന്നത്. ഇത് ക്രിസ്തു ഭാവമാണ്. ഇത് നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനപരമായി ഓർക്കേണ്ട ഒരു വസ്തുത കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വിശേഷാൽ നമ്മളത് ഓർത്ത് നോക്കി. അതുകൊണ്ടാണ് അവിടെ ജീവിതത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. വലിയൊരു റിഫ്ലക്ഷൻ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ നമ്മളെ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ ഇടപെടലുകൾ കൂടിയാണ്, അല്ലേ? കണ്ണാടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അല്ലേ? കണ്ണാടി. ഈ സ്ത്രീയും പുരുഷനും കണ്ണാടി നോക്കുന്ന രണ്ട് വ്യത്യസ്ത തലത്തിൽ. അറിയാമോ അത്? ഏറ്റവും കൂടുതൽ കണ്ണാടി നോക്കുന്ന ആരാ? സ്ത്രീകളാണോ പുരുഷന്മാരാണോ? അല്ല, പുരുഷന്മാരാ. പുതിയ പഠനത്തിൽ പറയുന്ന പുരുഷന്മാരാന്ന്. നിങ്ങളൊന്നും അറിയുന്നില്ലെന്നേ. നിങ്ങളൊന്നും അറിയുന്നില്ലെന്നേ. കണ്ണാടി നോക്കുന്നുണ്ട്. ഓരോ പുരുഷനും എന്ത് നോക്കുന്നുണ്ട്? കണ്ണാടി നോക്കുന്നുണ്ട്. പുതിയ പഠനത്തിൽ പറയുന്നത് സ്ത്രീകളെക്കാൾ കൂടുതൽ കാണുന്നത് ആരാ? പുരുഷന്മാർ. പക്ഷെ വേറെ വ്യത്യാസമുണ്ട്. ഒരു പുരുഷൻ കണ്ണാടി നോക്കിയാൽ അവൻ നോക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? തൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗുണം എന്താണെന്നാണ് അവൻ കണ്ണാടിയിലൂടെ. ഇപ്പം അവൻ്റെ മുടി നല്ലതാണെങ്കിൽ അവൻ എപ്പോഴും എന്തായിരിക്കും ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്? മുടിയായിരിക്കും, അല്ലേ? പക്ഷെ ഒരു സ്ത്രീ കണ്ണാടി നോക്കിയാൽ അവിടെ എന്താണോ അവിടെ കുറവ് അതിലോട്ടായിരിക്കും ആര് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആണോ അല്ലയോ? അല്ലേ? ആണോ അല്ലയോ? ആണ്. കാരണം നമുക്ക് അങ്ങ് സംശയമാ. എന്താ? ദൈവം തമ്പുരാൻ എനിക്ക് അങ്ങ് സൗന്ദര്യം കുറച്ചോ എന്ന് അങ്ങ് സംശയം. ഈ ഓരോരുത്തർക്കും ചേരുന്നത് ആര് തന്നിട്ടുണ്ട്? ഒട്ടും കൂട്ടിയിട്ടും ഇല്ല, കുറച്ചിട്ടും ഇല്ല. പക്ഷെ അല്ല, അത് ഞാൻ പറഞ്ഞു തരാം. ബാക്കി മൊത്തം ഒന്ന് പറയാൻ അവസരം എന്താ കേട്ടോ. അപ്പം അപ്ഡേറ്റ് ചെയ്യുവാന്ന് കേട്ടോ. അപ്പോഴ് അപ്പം ഇത് നമ്മൾ ഓർത്ത് നോക്കിക്കേ. അപ്പം സ്ത്രീ എന്ത് ചെയ്യും? ഈ കുറവിനെ ഓർത്ത് അപ്പം നമുക്ക് ഈ കുറയുന്നു എന്നൊരു സംശയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും? അതാണ്ട് അമ്മാച്ചൻ്റെ മോൻ്റെ കല്യാണം. അപ്പോൾ എന്താ? അപ്പോൾ വിചാരിക്കും ദൈവം തമ്പുരാൻ മോശക്കാരനല്ലയോ, എനിക്ക് ചില മോശപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഒന്ന് വൃത്തിയാകാൻ വേണ്ടി എവിടെ കയറും? ബ്യൂട്ടി പാർലർ വേണ്ട, അല്ലേ? എവിടെ കയറിയാലും മതി, ഒറ്റയ്ക്ക് ഒരുങ്ങിയാലും മതി. ഈ ഒരുങ്ങാൻ കയറിയിട്ട് തിരിച്ചിറങ്ങി വരുന്നൊരു ലക്ഷണമുണ്ട് കേട്ടോ. കാരണം എന്താ? ഈ കാതേ കൂടെ ഒരു 7 കമ്മലും സാധനമൊക്കെ വലിച്ചു കയറ്റിയിട്ട് ഇറങ്ങി വരുന്ന കഥകളിക്കാർ തോറ്റുപോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അഡീഷണൽ വെക്കുന്ന ഫിറ്റിങ്സ് അല്ല, ഒരു മുഖം കഴിയാൻ തീരുന്നതല്ലേ ഉള്ളൂ, അല്ലേ? മുഖം കഴിയാത്തിരുന്ന ഇതല്ലേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു സ്ത്രീ കണ്ണാടി നോക്കുന്നത് ഈ ഒരു സെൻസിലാണ്. എൻ്റെ കുറവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മെച്ചപ്പെടുത്താനുള്ള വഴികളായിരിക്കും ആര് നോക്കിക്കൊണ്ടിരിക്കുന്നത്? സ്ത്രീ. പുരുഷൻ എപ്പോഴും എവിടെയോട്ടായിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? പോസിറ്റീവ്. കാരണം അവൻ്റെ മൂക്ക് നല്ലതാണെങ്കിൽ എപ്പോഴും നോക്കുന്നത് എവിടെ ആയിരിക്കും? മൂക്കിലായിരിക്കും. ഇത് തമ്മിലുള്ള ഒരു വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കുറവുകളെ പൊതിയാനുള്ളൊരു ശ്രമം എപ്പോഴും ആരുടെ ഭാഗത്തുണ്ട്? കുറവുകളെ പൊതിയാനുള്ള ശ്രമം ആരുടെ ഭാഗത്തുണ്ട്? സ്ത്രീയുടെ ഭാഗത്തുണ്ട്. കുറവുകളെ പൊതിയാനുള്ള ഒരു ശ്രമം ആരുടെ ഭാഗത്തുണ്ട്? സ്ത്രീയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കുറവുകളായി എണ്ണാൻ ആർക്ക് കഴിയണം? നമുക്ക്. നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ കഴിവുകളെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം ആർക്ക് സാധിക്കണം? നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, നമുക്കിവിടെ മറ്റൊരു കാര്യം കൂടി കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു സ്പേസ് ഓഫ് ഫ്രീഡം ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ കൊടുക്കുന്നത്? സ്പേസ് ഓഫ് ഫ്രീഡം. അല്ല, ഒരു സ്ത്രീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എന്താ? ഒരു വീട്ടിനകത്ത് എന്താ? സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും, അല്ലേ? ആണോ അല്ലയോ? ഒരു വീട്ടിനകത്ത് ഒരു സ്ത്രീ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്താ? 1, ഫ്രീഡം വേണം. 2, എന്ത് വേണം? സേഫ്റ്റി വേണം. സുരക്ഷിതത്വവും
സ്വാതന്ത്ര്യവും. ഇതിന്റെ രണ്ടിന്റെയും ഇടമായിരിക്കണം എന്തെന്നറിയപ്പെടുന്നത് വീടെന്ന് പറയുന്നത്. സുരക്ഷിതത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഇടമാണ്. നിങ്ങൾ ക്രൂശിന്റെ ചോട്ടിലൊക്കെ ചെന്ന് നോക്കിക്കേ, മറിയത്തിന് ക്രൂശിന്റെ ചുവടോളം ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യോഹന്നാനിലൂടെ ക്രിസ്തു അവളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ട്, അല്ലെ? ചില വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പട്ടാള ചിട്ടയാ. ആണോ? പോകുന്ന സമയം, തിരിച്ചു വരുന്ന സമയം, എവിടൊക്കെ പോന്നു, പിന്നെ എന്താ, എന്തൊക്കെ വാങ്ങിച്ചു, എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, ആരെയൊക്കെ കണ്ടു. എന്തായാലും ദൈവമേ, ഇങ്ങനൊരു ക്യാമ്പ് നടത്തിയോണ്ട് എന്തെല്ലാം പറയാനുണ്ട്, അല്ലേ? ഒരു പറയാനുള്ള അവസരം. അമ്മച്ചി ഇന്ന് കിടന്ന് ഉറങ്ങും കേട്ടോ, ഇന്ന് സുഖമായിട്ട് ഉറങ്ങും. കാരണം ഇത്ര കൊല്ലമായിട്ട് പറയാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളും ആണോ? ഈ കണ്ടവരെ കാണാൻ വേണ്ടിയായിരിക്കും, അല്ലേ? അപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരന്റിങ്ങിൽ തന്നെ ഈ വ്യത്യാസം നമുക്ക് കാണാൻ കണ്ടു. പേരന്റിങ്ങിലും ഇതുണ്ട്. കാരണം നിങ്ങൾ അമ്മമാരായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരിക. ഈ പാസീവ് പേരന്റിങ് ഉണ്ട്. എന്താണ് പാസീവ് പേരന്റിങ്? കേട്ടിട്ടുണ്ടോ? പാസീവ് പേരന്റിങ് എന്ന് വെച്ചാൽ മക്കൾ എന്ത് കാണിച്ചാലും വഴക്ക് പറയാത്ത അപ്പനും അമ്മയും. വളരെ രസകരം എന്താണെന്നറിയാവോ? ഇങ്ങനെയുള്ള അപ്പനും അമ്മയും പിള്ളേരെയും കൊണ്ട് വൈകുന്നേരം ആകുമ്പം ബെറോഡയിൽ അടുത്ത് കാണുന്ന കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് ഒന്ന് കയറി ചെല്ലാൻ വിചാരിച്ച് കയറി ചെല്ലുമ്പോഴോ അവർ യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്ന മൊമെന്റ്, തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നത്, അവിടുത്തെ എത്ര വൃത്തിയായിട്ട് വീട് സൂക്ഷിച്ചേക്കുന്നേ. ഈ രണ്ട് പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാ എന്താ, ചെല്ലുമ്പോ മുതൽ ഈ രണ്ടെണ്ണം കയറി ഇറങ്ങി അവിടെ ഇരിക്കുന്ന മുഴുവൻ എടുത്ത് താഴെ. അന്നേരം മുതൽ എന്താ വല്ലതും ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുമോ? ഇല്ല. എന്നിട്ട് എങ്ങനെയും ഒന്ന് പോയാൽ മതിയെന്ന് ചിന്തിച്ചിരിക്കുക. എന്നിട്ട് ഇതിനിടയ്ക്ക് ഇവരെ പിണക്കാനും ഒക്കത്തില്ല. പോട്ട് മോനെ, ഇങ്ങോട്ട് വന്നിരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുത്തി വിടും. അതിനുശേഷം പറഞ്ഞു വിടും. ഇനി അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഇവർ വരുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ കഥ തുറക്കൂ? ഇല്ല. അതിന് പറയുന്ന പേരാണ്, പിള്ളേർ എന്ത് കാണിച്ചാലും മിണ്ടാതിരിക്കുന്ന പേരന്റിങ് ആണ് എന്നറിയപ്പെടുന്നത് പാസീവ്. രണ്ട് അതോറിറ്റേറിയൻ പേരന്റിങ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കൻ ഒന്നെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റ് ഊരുക, പുറം വഴി അടിക്കുക. അതോടുകൂടി ആ കുട്ടികളുടെ മനസ്സിലെങ്ങനെ റിജിഡിറ്റിയാ. ഇത് കഴിയുമ്പം എന്ത് ചെയ്യുന്നറിയോ? 10ാം ക്ലാസ് കഴിയുമ്പോൾ അവനെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ വിടും. അവൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? അപ്പനോടും അമ്മയോടും പ്രതികാരം കിട്ടുന്ന സർവ്വ അവസരവും അതിനുവേണ്ടി ഉപയോഗിക്കും. എന്നാൽ അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ക്രിയേറ്റീവ് പേരന്റിങ് ഉണ്ട്. എന്ന് വെച്ചാൽ ചെയ്യേണ്ടാത്തത് ചെയ്യരുത് എന്ന് ക്രിയാത്മകമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ബോധ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് പേരന്റിങ് ഉണ്ട്. ഇതുപോലെ തന്നെ ഈ പട്ടാള ചിട്ടയും ഒരു കുടുംബ ബന്ധത്തിന് വീട്ടിനകത്ത് എപ്പോഴും എന്നല്ല നല്ലതല്ല. ഒരു പട്ടാള ചിട്ടയും ഈ തമ്പുരാൻ പറയും, ഈ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിനകത്ത് തന്നെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, അതിനകത്ത് തന്നെ ഒരു സുരക്ഷിതത്വം ഉണ്ട്. ഈ ഒരു വ്യക്തി എന്ന നിലയിൽ ഓരോരുത്തരും അതിനകത്ത് ബഹുമാനത്തോടെ പരിഗണിക്കപ്പെടണം, അല്ലേ? ഈ നയമാന്റെ വീട്ടിൽ ഇവക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേ അവസരത്തിൽ തന്നെ ആ അഭിപ്രായം പറഞ്ഞാൽ അവളെ കൊല്ലത്തില്ല എന്നുള്ള സുരക്ഷിതത്വവുമുണ്ട്. ഇതൊരു വീടിൻ്റെ ഒരു മോഡൽ ആർക്കിടൈപ്പായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു വീട്ടിനകത്ത് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന അതാണ്. എന്താണ് വേണ്ടത്? സുരക്ഷിതത്വം വേണം, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വല്ലവന്റെ മോന്തക്കിട്ട് കയറുന്നതിന് പറയുന്ന പേരല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനൊരു പരിമിതിയും പരിധിയും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം കഴിയേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല അവൾ അവിടെ എന്തായി മാറുന്നറിയാമോ? സത്യം പറയുന്നവളായിട്ട് മാറുന്നുണ്ട്. എന്താ പറയുന്നത്? അറിഞ്ഞ സത്യം അറിയിക്കുക. ഇതാണ് നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ അതാ. ഞാൻ വഴിയും സത്യവും ജീവനുമാകും. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? ഈ ലോകം അറിയപ്പെടുന്ന പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്നാ. കാരണം എന്താ? എല്ലാത്തിൻ്റെയും വില കൂടിക്കൊണ്ടിരിക്കുക. ആണോ? സ്വർണത്തിന് ഇപ്പൊ എന്താ വിലയുണ്ട്?
6000 ചില്ലറ രൂപയുണ്ട്. 1 കിലോ അരിക്കോ? അരിയുടെ വില നമുക്കറിയത്തില്ലെങ്കിലും നമ്മളെ ആകുലപ്പെടുത്തുന്ന വില ഏതാണെന്നറിയാവോ? ഏത് വിലയാ? ഓരോ സ്ത്രീയും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന വിലയാണ്. എന്തിന്റെ വിലയെന്ന് പറഞ്ഞാൽ അല്ലേ, ടി വിക്കകത്ത് സ്വർണത്തിന്റെ വില കൂടിയെന്ന് പറയുന്നത് കാണുമ്പോൾ എന്താ എത്ര അതിശയത്തോടെ പറയുന്നത്, അയ്യോ ഇത്രയും. അരിക്ക് കൂടിയാലും കുഴപ്പമില്ല, ദാലിന് കൂടിയാലും കുഴപ്പമില്ല, എണ്ണയ്ക്ക് കൂടിയാലും കുഴപ്പമില്ല, ഗ്യാസിന് കൂടിയാലും കുഴപ്പമില്ല. പക്ഷെ സ്വർണത്തിന് വില കൂടിയാൽ നമുക്ക് എന്ത് വരുത്തില്ല? പക്ഷെ ഞാൻ പറയും, എല്ലാത്തിനും വില കൂടുന്നൊരു കാലത്ത് ഇന്ന് വില കുറയുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് സത്യമെന്ന് പറയാം. ഈ വില, സത്യത്തിൻ്റെ മൂല്യം തിരിച്ചറിയാതെ പോകുന്ന ഒരു കാലത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറഞ്ഞ്. 10 പേരൊരു നുണ പറഞ്ഞ്, ഒരു നുണ 10 പേര് പറഞ്ഞ് അതങ്ങ് സത്യമാക്കും. 10 പേരൊരു നുണ പറഞ്ഞ് അതെന്താക്കി മാറ്റും? സത്യമാക്കി മാറ്റും. നിങ്ങളൊന്നോർത്ത്, വെബ് കൂഫ് എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. വെബ് കൂഫ്. വെബ് കൂഫ് എന്ന് പറഞ്ഞാൽ, വെബ് കൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമല്ല. വെബ് കൂഫ്, WEB, വെബ് കൂഫ് എന്ന് പറയുന്ന, നിങ്ങൾ ഹിന്ദി അല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. വെബ് കൂഫ് എന്ന് പറഞ്ഞൊരു പദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സോഷ്യൽ മീഡിയയിൽ വേണ്ടുവിചാരമില്ലാതെ കയറി പോസ്റ്റ് ഇടുകയും പോസ്റ്റിന്റെ അടിയിൽ അഭിപ്രായം എഴുതുകയും ചെയ്യുന്നവരുടെ പേരാണ് വെബ് കൂഫ് എന്ന് പറയുന്നത്. അത് അതിൽ നിന്ന് വന്നേ ആയിരിക്കും. കാരണം ഇതെല്ലാം ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആണല്ലോ. ഇൻഡോ യൂറോപ്യൻ ഗണത്തിൽപ്പെടുന്നതാണ് ഈ ഹിന്ദിയും ഈ പറയുന്ന ഇംഗ്ലീഷും ഒക്കെ പറയുന്നത്. സാൻസ്ക്രിറ്റ് ഒക്കെ ഇൻഡോ യൂറോപ്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന. അപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഈ ഒരു പോക്കറ്റടിക്കാരനെ നമ്മൾ പിടിച്ചു നിർത്തിയേക്കുക. നമ്മൾ പോകുന്ന വഴിക്ക് ആരോ പറയുന്നു അവൻ പോക്കറ്റടിക്കാരൻ, നമ്മളും ചെന്ന് എന്ത് കൊടുക്കും? അവൻ പോക്കറ്റ് അടിച്ചായിരുന്നു നമ്മളെ? ഇല്ല. ഈ മനസ്ഥിതിയായിട്ടാണ് ആര് ജീവിക്കുന്നത്? നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചില മനുഷ്യൻ്റെയൊക്കെ ഒരു പോസ്റ്റ് കണ്ട ഉടനെ അതിൻ്റെ അടിയിൽ കയറി, അവൻ്റെ ബർത്ത്ഡേ പോലും ആയിരിക്കത്തില്ല, അടിയിൽ കയറി ഹാപ്പി ബർത്ത്ഡേ അല്ലേ? കാരണം എന്താ? ആരെങ്കിലും ചെയ്താൽ അത് വീണ്ടും വിചാരമില്ലാതെ അതിനകത്ത് കയറി ഇന്റർവ്യൂ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നുണ പറയുന്ന, അല്ലെങ്കിൽ നുണയുടെ മറ്റൊരു ഭാവമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു കാര്യം ഓർക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ അടിയിൽ കയറി തോന്നോണക്കൊരു അഭിപ്രായം പറയാനോ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും സ്ഥിരീകരിക്കുകയും ചെയ്യാത്ത വിവരങ്ങൾക്ക് അഭിപ്രായം പറയാനോ, വേണ്ടാത്ത ഇടപെടൽ നടത്താനോ നമ്മൾ പോകരുത്. കാരണം അതിൻ്റെ സത്യസന്ധമായ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഈ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നതനുബന്ധിച്ച് ഒരു സാധു, ചെവി കേൾക്കാൻ വയ്യാത്ത, സംസാരിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, സഹോദരൻ്റെയോ ആരൻ്റെയോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ രാത്രി ഉറങ്ങാതെ ആ വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ടങ്ങും വീണുപോയി. അവനെ ഒരു മദ്യപനായിട്ടാണ് ചിത്രീകരിച്ച് അവനെ വ്യക്തിഹത്യ നടത്തുന്ന കാഴ്ച ലോകം മൊത്തം കണ്ടതാ. സത്യം അറിഞ്ഞപ്പോഴാണ് കൈമാറി. അപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നുണയുടെ പ്രചാരകരായി നമ്മൾ മാറുക. പുതിയ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രവണത അത്. നുണയുടെ പ്രവാചകർ. ഇപ്പോഴത്തെ ക്രിസ്തു പറയുന്നു, ഞാൻ സത്യവും വഴിയും ജീവനും ആകുന്നുവെന്ന്. ഈ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവൾ സത്യം അറിഞ്ഞു എന്ന് മാത്രമല്ല, അറിഞ്ഞ സത്യത്തെ അവൾ എന്ത് ചെയ്തു? അതിന് പറയുന്ന പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. അറിഞ്ഞ സത്യത്തെ ലോകത്തോട് ഉപകാരപ്രദമായ തലത്തിൽ വിളിച്ചു പറയുക, അതൊരു സുവിശേഷമാണ്. കാരണം എന്താ? എൻ്റെ നാട്ടിൽ ഒരു പ്രവാചകനുണ്ട്. എൻ്റെ നാട്ടിൽ, അത് സത്യദൈവമാകുന്ന യഹോവയെ ആരാധിക്കുന്ന പ്രവാചകനാണ്. ആ പ്രവാചകന് എൻ്റെ യജമാനനെ സൗഖ്യമാക്കാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ അതാണ് ഗോസ്പൽ എന്ന് പറയുന്നത്. അതാണ് ഗോസ്പൽ. അറിഞ്ഞ അറിവിനെ നന്മയ്ക്കായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള കാര്യം പ്രത്യേകമായി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സത്യാന്വേഷണം നമുക്ക് ഇതിൻ്റെ പുറകിൽ കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ സത്യസന്ധമായ, പരിഗണനാത്മകമായ ഒരു ജീവിതത്തെ പറ്റിയുള്ള വലിയ ബോധവും നമ്മുടെയൊക്കെ ഉള്ളിൽ സമയം തൈ ചുരുക്കാണ്. അപ്പം ഓർക്കുക, ഞാൻ ഒരു മുരുകൻ കാട്ടാക്കടയെ ഒരു കവിത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിക്കുക. ഈ പെണ്ണിന് കാവലായി
മരമുണ്ട്, മലയുണ്ട്, പുളിനങ്ങൾ നൽകുന്ന പുഴകളുണ്ട്, നഷ്ടങ്ങളൊന്നുമേ നഷ്ടങ്ങളല്ലെന്ന സത്യബോധത്തിൻ്റെ സാക്ഷ്യമുണ്ട്. മുരുകൻ കാട്ടാക്കടയുടെ ഒരു സൂര്യകാന്തിയോട് എന്ന് പറയുന്ന ഒരു കവിതയുടെ വാക്ക. പെണ്ണിന് കാവലായി മരമുണ്ട്, മലയുണ്ട്, പുളിനങ്ങൾ നൽകുന്ന എന്ന് വെച്ചാൽ സുരക്ഷിതത്വം അവസാനിക്കുന്നിടത്ത് അവളെ കാക്കുവാനായിട്ട് എന്തുണ്ടെന്ന കവി എഴുതുന്നത്? മരമുണ്ട്, മലയുണ്ട്, പുളിനങ്ങൾ നൽകുന്ന പുഴകളുണ്ട്, നഷ്ടങ്ങളൊന്നുമേ നഷ്ടങ്ങളല്ലെന്ന സത്യബോധത്തിൻ്റെ സാക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഈ അറിഞ്ഞ സത്യത്തെ പകരാനും അത് ലോകത്തിൽ വിതറാനും നമുക്ക് സാധിക്കുന്നിടത്താണ് ജീവിതം ധന്യമായി മാറുന്നത്. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ സത്യബോധത്തിൻ്റെ ക്രിസ്തുസാക്ഷ്യം നിങ്ങളിലൊക്കെ ജീവിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.